ഹായ് എവരി വൺ, വെൽക്കം ടു മില്യൺ ഡോട്ട്സ്. നമ്മൾ എല്ലാവരും ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആണ് 2026 വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. കഴിഞ്ഞ കൊല്ലം 2022 തോറ്റുപോയവരും അതുപോലെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് കൊണ്ട് പല പ്ലേയേഴ്സിൻ്റെ മിസ്റ്റേക്സ് കൊണ്ട് ടീം വരെ തോറ്റുപോയവരുണ്ട് അല്ലേ. അപ്പോൾ അവർക്കൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് 2026 വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. സോ അതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തരാം. നിങ്ങളുടെ ലൈഫ് മാറ്റാൻ ഹൈലി ഇമ്പാക്റ്റ് ചെയ്യുന്ന, ഹൈലി എഫക്റ്റ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. 2022 വേൾഡ് കപ്പ് നടക്കുമ്പോൾ ബിറ്റ്കോയിൻ്റെ ക്രിപ്റ്റോ കറൻസികളുടെ ഇൻഡെക്സ് ആയ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും $60,000 മാർക്കറ്റ് ട്രേഡ് ചെയ്തിരുന്നത്. ആഫ്റ്റർ 2025, 24, 25 കാലഘട്ടത്തിലൊക്കെ അത് $124,000 വരെ മാർക്കറ്റ് അപ്സൈഡ് മൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല, കാരണം ആർക്കും ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ച് ആർക്കും ഇപ്പോഴും നോളജ് ഇല്ല. അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസികളെ കുറിച്ച് നോളജ് ഇല്ല അല്ലേ. ക്രിപ്റ്റോ കറൻസികളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മുടെ പേജിൽ ചെയ്തിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസി വരും കാലങ്ങളിൽ എങ്ങനെയായിരിക്കും നമ്മുടെ രാജ്യത്തെ എഫക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി ട്രസ്റ്റബിൾ ആണോ, ക്രിപ്റ്റോ കറൻസി എന്ത് ബേസ്ഡ് ഒരു ടെക്നോളജി ബേസ്ഡാണ് വർക്ക് ചെയ്യുന്നത്, കംപ്ലീറ്റ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ റീസൺ തന്നെ. ഇപ്പോൾ 2022 വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 2022 വേൾഡ് കപ്പ് നടക്കുമ്പോൾ ക്രിപ്റ്റോ കറൻസിയുടെ ഇൻഡെക്സ് ആയ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും $60,000 ആയിരുന്നു. നിങ്ങൾക്കറിയാം ബിറ്റ്കോയിൻ്റെ ഒരു ഹിസ്റ്ററി നിങ്ങൾക്കറിയാം. ബിറ്റ്കോയിൻ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് $1 ബിലോ ആയിരുന്നു ബിറ്റ്കോയിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇന്നത് 2025 ഓൾമോസ്റ്റ് $124,000 വരെ മൂവ് ചെയ്താണ്. ഇപ്പോൾ കറൻറ്റ്ലി 2026 വേൾഡ് കപ്പ് നടക്കുന്ന അതേ സമയത്ത് തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും $70,000 to $65,000 ഇടയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വേൾഡ് കപ്പ് ആയിട്ട് കമ്പയർ ചെയ്യുന്നത്? ഇത്രയേ ഉള്ളൂ. 2022 മിസ്റ്റേക്സ് പറ്റിയ ഒരു മിസ്റ്റേക്സ് എല്ലാം നോട്ട് ചെയ്ത് 2026 ആ മിസ്റ്റേക്സ് നികത്തുകയാണ് അവരല്ലേ. സോ അതുപോലെ നമുക്കും ഒരു ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് തന്നിരിക്കുകയാണ്. 2022 എവിടെയായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത് അതേ ഒരു സ്ഥലത്ത് തന്നെ മാർക്കറ്റ് ഇപ്പോഴും വീണ്ടും ക്രിപ്റ്റോ കറൻസികൾ വന്ന് നിൽക്കുന്നുണ്ട്. സോ അപ്പോൾ നമ്മൾ തീരുമാനിക്കുക, നമ്മുടെ ഡിസിഷനാണ് ഇത്. നമുക്ക് നമ്മുടെ മിസ്റ്റേക്സ് നികത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണോ അല്ലയോ നമ്മൾ ജസ്റ്റ് ചാർട്ട് ടെക്നിക്കലി അനാലിസ് ചെയ്തുകൊണ്ടും അതുപോലെ ഫണ്ടമെൻ്റലി പഠിച്ചുകൊണ്ടും നമ്മൾ തീരുമാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് സേഫായിട്ട് ക്രിപ്റ്റോ കറൻസികൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്.